തിരുവനന്തപുരം പൊന്മുടി എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് സന്ദർശകർക്ക് താൽക്കാലിക വിലക്ക്. പൊന്മുടി 21-ാം വളവിൽ മണ്ണിടിഞ്ഞതിന് പിന്നാലെയാണ് നടപടി. മഴയും പ്രതികൂല കാലാവസ്ഥയും തുടരുന്നതിനാൽ മേഖലയിൽ അപകട മുന്നറിയിപ്പുണ്ട്. സഫാൻ വി പി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ വി പി, ഇതെപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പൊന്മുടി 21-ാം വളവിൽ ഇങ്ങനെയൊരു അപകടമുണ്ടാവുന്നത്, മണ്ണിടിഞ്ഞ അപകടമുണ്ടാവുന്നത്. ഈ മേഖലയിൽ പ്രതികൂല കാലാവസ്ഥ തുടരുകയാണ്. ഇതിൻ്റെ തുടർന്നാണ് പൊന്മുടി എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ഒരു താൽക്കാലിക സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ മേഖലയിലേക്ക് സന്ദർശക വിലക്കുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പൊന്മുടി കുളച്ചിക്കരയ്ക്ക് സമീപമാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. ഒരു മരം വീണതിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയൊരു പാറക്കഷ്ണം റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ ഗതാഗത തടസ്സം നേരിട്ടു. KSRTC അടക്കമുള്ള സർവീസുകളെ ബാധിച്ചിരുന്നു. പോലീസും നാട്ടുകാരും ആണ് ആദ്യഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്നത്. പിന്നീട് JCB അടക്കം എത്തി ഈ പാറക്കഷ്ണങ്ങൾ നീക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവിടെ ഒരു അപകട സൂചനയുണ്ട്, അപകട സാധ്യതയുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പൊന്മുടി എക്കോ ടൂറിസം മേഖലയിലേക്ക് സന്ദർശക വിലക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിശ്ചയിച്ചിരിക്കുന്നത്. അജി കുഞ്ഞുമോൻ. ശരി, സഫാനാണ് വിവരങ്ങൾ നൽകിയത്.